റീസെൻ്റ്ലി ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ സെഗ്മെന്റിൽ ഒരു ക്ലയൻറ്റുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി they are spending like per month for the offline other marketing things like radio, television, അതുപോലെ പ്രിന്റ് മീഡിയ എല്ലാം കൂടിയിട്ട് അവർ 10 lakhs അതുപോലെ പീക്ക് സമയങ്ങളിൽ 1 CR to 2 CR വരെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ഒരു മൾട്ടി ചാനൽ ഒരു മാർക്കറ്റിംഗ് ചാനൽസ് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഏരിയാസ് ദേ ആർ നോട്ട് ഈവൻ ടച്ചിങ് ലൈക്ക് ഓൺലൈൻ PR ഇൻ്റഗ്രേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ ഇ കോമേഴ്സ്, ഇങ്ങനെയുള്ള പല മേഖലാസ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ ഓൾറെഡി ഒരു 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 20,000 എന്ന് വെച്ചാൽ അവരുടെ ഒരു ലിമിറ്റേഷൻ തന്നെ അവർ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിനൊരു മേജർ റീസൺ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ മാർക്കറ്റിൽ ഈ ബിസിനസ് ഇപ്പോൾ ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ബൂമൊക്കെ വരുന്നത് ശരിക്കും ഒരു കൊറോണയ്ക്ക് ശേഷമാണെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. സോ അതിന് പല ആളുകൾക്കും ഇപ്പോഴും എന്ന് പറയുന്ന ബിസിനസ് പണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ മൊത്തം കൂടുതലും ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് അപ്രോച്ചിലേക്ക് വരാനുള്ള പ്രയാസം സത്യം പറഞ്ഞാൽ അവയർനെസ് കുറവോട് കൂടിയാണ്. അത് വരുത്താൻ പറ്റും, പക്ഷെ നമ്മളതിൽ എഫേർട്ട് കൂടുതലായിട്ട് എടുക്കണം. നമ്മൾ ബാക്കിയുള്ള ടൈമിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രക്ചർ ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വർക്ക് ഫ്ലോ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു വർക്ക് ഫ്ലോ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കൂടി നമ്മൾ എടുക്കണം.